നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 20 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ആം ആദ്മി പാർട്ടി തിങ്കളാഴ്ച പുറത്തിറക്കി. സഖ്യ ചർച്ചകൾ ഒരാഴ്ചയിലേറെ നീണ്ടു നിന്നെങ്കിലും ഫലപ്രാപ്തിയിലെത്താതെ AAP കോൺഗ്രസ് ഹരിയാന സഖ്യം വഴിമുട്ടി. സഖ്യ ചർച്ചകൾ ഫലവത്താകുന്നതിനായി സത്യസന്ധമായി കാത്തിരുന്നു എന്ന് AAP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിന്റെ ഘടകകക്ഷികൾ കൂടിയായ ഇരു പാർട്ടികളും ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് പോകുമെന്ന് ഇതോടെ ഉറപ്പായി. AAP നേതാവും രാജ്യസഭാ MPയുമായ രാഘവ് ചദ്ദ കോൺഗ്രസുമായി സഖ്യത്തിന് സാധ്യതയുണ്ടെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. രണ്ടു പാർട്ടികൾക്കും സഖ്യത്തിന് ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. നാമനിർദ്ദേശം ചെയ്യാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 12 ആണ്. 12-ന് മുമ്പ് ഞങ്ങൾ തീരുമാനമെടുക്കും. സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുമെന്ന് ചദ്ദ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ വിൻ സാഹചര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ അത് ഉപേക്ഷിക്കും. എന്നാൽ BJP പേടി മൂലമാണ് AAP കോൺഗ്രസ് സീറ്റ് പങ്കിടൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന സീറ്റുകളിൽ തൃപ്തരല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന സീറ്റുകളിലും എണ്ണത്തിനും ഗുണനിലവാരത്തിലും പാർട്ടിക്ക് അതൃപ്തിയുണ്ടെന്ന് AAPയിലെ ഒരു വൃത്തം അറിയിച്ചു. ഇതിൽ ഭൂരിഭാഗം സീറ്റുകളും BJPയുടെ കോട്ടകളായിരുന്നു. ചോദ്യം ചെയ്യപ്പെട്ട സീറ്റുകൾ പ്രധാനമായും BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അവിടെ ഭരണകക്ഷി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഉറച്ചു നിന്നിരുന്നു. ഈ മണ്ഡലങ്ങളിൽ ചിലതിൽ BJP 5 തവണയെങ്കിലും വിജയിച്ചിരുന്നു. AAP ചൂണ്ടിക്കാട്ടുന്നതായാണ് അറിയുന്നത്. നീണ്ട ചർച്ചകൾക്കിടയിൽ 10 സീറ്റുകൾ എന്ന ആദ്യ ആവശ്യം AAP വെറും 5 കുറച്ചു. എന്നിട്ടും BJP ഇതര കക്ഷികൾക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ടുള്ള 3 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത്. വിജയിക്കാവുന്ന മണ്ഡലങ്ങൾ വിട്ടു നൽകാൻ കോൺഗ്രസ് വിമുഖത കാട്ടുകയായും ചെയ്തു. ഇതോടെ സീറ്റ് വിഭജന ചർച്ചകൾ സമവായത്തിലെത്താൻ പരാജയപ്പെട്ടു. ദേശീയ തലത്തിൽ പ്രതിപക്ഷമായ ഇന്ത്യൻ ബ്ലോക്കിന്റെ ഭാഗമായ AAPയും കോൺഗ്രസും ഒക്ടോബർ 5-ന് നടക്കാനിരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് പോകുമെന്ന് ഇതോടെ തീരുമാനിക്കുകയായിരുന്നു. AAP ആദ്യം കുറഞ്ഞത് 10 സീറ്റിലെങ്കിലും മത്സരിക്കാനാണ് ആഗ്രഹിച്ചതെന്നും എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് വേണ്ടി 3-ൽ കൂടുതൽ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നുമാണ് അറിയുന്നത്. AAP ആദ്യ പട്ടിക പുറത്തിറക്കിയപ്പോൾ കോൺഗ്രസ് തന്ത്രപരമായ മൗനം പാലിച്ചു. ഹരിയാനയുടെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപക് ബാബരിയെ ഞായറാഴ്ച വരെ AAPയുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJPയെ ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും കോൺഗ്രസുമായി ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും, ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പറയുന്നു. AAP അധികാരത്തിലുള്ള ഡൽഹിക്കും പഞ്ചാബിനും ഇടയിലുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഹരിയാന ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ സ്വന്തം സംസ്ഥാനമാണ്. സ്വാഭാവികമായും പാർട്ടി അതിന്റെ സ്വാധീനം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ സീറ്റുകൾ ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.